റിസർച്ച് PSCയുടെ യൂട്യൂബ് ക്ലാസ്സിലേക്ക് നിങ്ങൾക്കേവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് PSCയുടെ പുതിയ സിലബസ് പ്രകാരം ഏറ്റവും പ്രധാനപ്പെട്ടതും നിരന്തരം PSC പരീക്ഷകൾക്ക് വന്നുകൊണ്ടിരിക്കുന്നതുമായ മനുഷ്യാവകാശ നിയമങ്ങളെക്കുറിച്ചാണ്. നിങ്ങൾക്ക് ആവശ്യമുള്ളത്, പരീക്ഷകൾക്ക് വരാൻ ഏറ്റവും സാധ്യതയുള്ളത്, PSC പരീക്ഷകളെ വിശകലനം ചെയ്തുകൊണ്ട് അതിൽ നിന്ന് ഒഴിവാക്കാനില്ലാത്ത ഏറ്റവും സുപ്രധാന മർമ്മങ്ങളെ ഉൾപ്പെടുത്തിക്കൊണ്ടാണ് ഈ ക്ലാസ് സെറ്റ് ചെയ്തിരിക്കുന്നത്. ഈ ക്ലാസ് നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ കൃത്യമായിട്ട് അവസാനം വരെ നിങ്ങൾ കാണുക, ഇത് പ്രയോജനപ്പെടുത്തുക. നമുക്ക് ക്ലാസ്സിലേക്ക് പ്രവേശിക്കാം. മനുഷ്യാവകാശങ്ങളുടെ കാവൽ നായ എന്നറിയപ്പെടുന്നത് NHRC, നാഷണൽ ഹ്യൂമൻ റൈറ്റ്സ് കമ്മീഷൻ അല്ലെങ്കിൽ ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ. PSC പരീക്ഷകൾക്ക് വന്നിട്ടുള്ള ചോദ്യമാണ്. മനുഷ്യ അവകാശങ്ങളുടെ കാവൽ നായ എന്നറിയപ്പെടുന്നത് ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ. ദേശീയ മനുഷ്യ അവകാശ നിയമം ഇന്ത്യൻ പാർലമെന്റ് പാസ്സാക്കി 1993 സെപ്റ്റംബർ മാസം 28-ാം തീയതി ദേശീയ മനുഷ്യാവകാശ നിയമം ഇന്ത്യൻ പാർലമെന്റ് പാസ്സാക്കി. ഈ നിയമത്തിൻ്റെ അടിസ്ഥാനത്തിൽ ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ രൂപം കൊണ്ടത് 1993 ഒക്ടോബർ മാസം 12-ാം തീയതി ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ നിലവിൽ വന്നു. അപ്പോൾ മനുഷ്യാവകാശ നിയമം ഇന്ത്യൻ പാർലമെന്റ് പാസ്സാക്കിയത് 1993 സെപ്റ്റംബർ 28-നും ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ നാഷണൽ ഹ്യൂമൻ റൈറ്റ്സ് കമ്മീഷൻ നിലവിൽ വന്നത് 1993 ഒക്ടോബർ മാസം 12-ാം തീയതി. ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ ആസ്ഥാനം ഏത് എന്ന് ചോദിച്ചാൽ അത് ആസ്ഥാനം മാനവ് അധികാർ ഭവൻ ന്യൂഡൽഹിയിലെ മാനവ് അധികാർ ഭവൻ. ഇപ്പോൾ ഇത് അറിയപ്പെടുന്ന പേര് പട്ടേൽ ഭവൻ. ഇപ്പോൾ അറിയപ്പെടുന്ന പേരെന്താണ്? പട്ടേൽ ഭവൻ. ഇപ്പോൾ അറിയപ്പെടുന്ന പേര് 2019 മനുഷ്യാവകാശ സംരക്ഷണ ഭേദഗതി ബില്ല് 2019 പാസ്സാക്കപ്പെട്ടു. പ്രത്യേകം ശ്രദ്ധിക്കണം, ഇത് പ്രകാരം വന്ന മാറ്റങ്ങളാണ് വളരെ പ്രധാനം. ഈ ബില്ല് 2019 ബില്ലിൻ്റെ പേര് ഞാൻ പറയാം. മനുഷ്യ അവകാശ സംരക്ഷണ ഭേദഗതി ബില്ല്. മനുഷ്യ അവകാശ സംരക്ഷണ ഭേദഗതി ബില്ല്. പ്രൊട്ടക്ഷൻ ഓഫ് ഹ്യൂമൻ റൈറ്റ്സ് അമെൻമെന്റ് ബില്ല്. പ്രൊട്ടക്ഷൻ ഓഫ് ഹ്യൂമൻ റൈറ്റ്സ് അമെൻമെന്റ് ബില്ല് 2019. മനുഷ്യ അവകാശ സംരക്ഷണ ഭേദഗതി നിയമം 2019. ഈ ബില്ല് ലോക്സഭയിൽ അവതരിപ്പിച്ചത് 2019 ജൂലൈ മാസം 8-ാം തീയതി ലോക്സഭയിൽ അവതരിപ്പിക്കപ്പെട്ടു. ശ്രദ്ധിക്കണേ, മനുഷ്യ അവകാശ സംരക്ഷണ ഭേദഗതി ബില്ല് ലോക്സഭയിൽ അവതരിപ്പിച്ചത് 2019 ജൂലൈ 8. ഇത് അവതരിപ്പിച്ചത് ഇന്ത്യയുടെ ഇപ്പോഴത്തെ ആഭ്യന്തരമന്ത്രി അമിത് ഷാ. ഇനി പറയുന്നതാണ് വളരെ പ്രധാനപ്പെട്ടത്. ഈ ബില്ല് ലോക്സഭ പാസ്സാക്കിയത് 2019 ജൂലൈ മാസം 19-ാം തീയതി ലോക്സഭ പാസ്സാക്കി. അപ്പോൾ മനുഷ്യ അവകാശ സംരക്ഷണ ഭേദഗതി ബില്ല് ലോക്സഭ പാസ്സാക്കിയത് 2019 ജൂലൈ 19-നും രാജ്യസഭ ഈ ബില്ല് പാസ്സാക്കിയത് 2019 ജൂലൈ മാസം 22-ാം തീയതി രാജ്യസഭ ഈ ബില്ല് പാസ്സാക്കുകയും രാഷ്ട്രപതി ഒപ്പുവെച്ചത് 2019 ജൂലൈ മാസം 27-ാം തീയതി. 2019 ജൂലൈ മാസം 27-ാം തീയതി ബില്ല് മനുഷ്യ അവകാശ സംരക്ഷണ ഭേദഗതി ബില്ല് 2019. ഇത് പ്രകാരം
വന്ന മാറ്റങ്ങളാണ് നമ്മൾ ഇന്ന് പഠിക്കുക. അവകാശങ്ങളെക്കുറിച്ച് പ്രതിപാദ്യമുള്ളത് മൗലിക അവകാശത്തിലാണ്. മനുഷ്യാവകാശങ്ങളെക്കുറിച്ച് പ്രതിപാദ്യമുള്ളത് മൗലിക അവകാശങ്ങളിലാണ്. ഫണ്ടമെൻ്റൽ റൈറ്റ്സ്, മൗലിക അവകാശങ്ങൾ ഇന്ത്യൻ ഭരണഘടനയുടെ ഏത് ഭാഗത്ത് വരുന്നു? ഭാഗം 3, അധ്യായം 3. മൗലിക അവകാശങ്ങൾ ഇന്ത്യൻ ഭരണഘടനയുടെ പാർട്ട് 3-ൽ വരുന്നു. പാർട്ട് 3 ഓഫ് അവർ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ. ആർട്ടിക്കിൾ 12 മുതൽ 35 വരെ പറയുന്നത് മൗലിക അവകാശങ്ങളാണ്. 12 മുതൽ 35 വരെ. അധ്യായം 1 പറയുന്നു, ചാപ്റ്റർ 1 പറയുന്നു, വകുപ്പ് 1 മുതൽ 4 വരെ ഇന്ത്യയിലെ സംസ്ഥാനങ്ങളെയും കേന്ദ്രഭരണ പ്രദേശങ്ങളെയും പറയുന്നു. അധ്യായം 1. അധ്യായം 2 പറയുന്നു 5 മുതൽ 11 വരെ പൗരത്വത്തെ കുറിക്കുന്നു, സിറ്റിസൺഷിപ്പിനെ കുറിക്കുന്നു. അധ്യായം 3 വളരെ പ്രധാനം, മൗലിക അവകാശങ്ങളെ കുറിക്കുന്നു. മൗലിക അവകാശങ്ങളെ കുറിക്കുന്നു. മനുഷ്യ അവകാശങ്ങൾ ബന്ധപ്പെട്ടിരിക്കുന്നത് മൗലിക അവകാശങ്ങളിലാണ്. വകുപ്പ് 12 മുതൽ 35 വരെ. അധ്യായം 4 പറയുന്നു 36 മുതൽ വകുപ്പ് 51 വരെ മാർഗനിർദ്ദേശക തത്വങ്ങളെ കുറിക്കുന്നു. മാർഗനിർദ്ദേശക തത്വങ്ങൾ, ഡയറക്റ്റീവ് പ്രിൻസിപ്പൽസ് ഓഫ് സ്റ്റേറ്റ് പോളിസി. അധ്യായം 4A കൂട്ടിച്ചേർക്കപ്പെട്ടത് 51A വളരെ പ്രധാനം, ഫണ്ടമെൻ്റൽ ഡ്യൂട്ടീസ്, മൗലിക കടമകളെ കുറിക്കുന്നു. ഭരണഘടനയിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഇത്രയുമാണ് നന്നായിട്ട് പഠിക്കാനുള്ളത്. അപ്പോൾ ഇതിനകത്ത് അധ്യായം 3 12 മുതൽ 35 വരെയുള്ള ഇതിനകത്ത് മൗലിക അവകാശങ്ങളെക്കുറിച്ച് പറയുന്നതിൻ്റെ കൂടെ ഭാഗമായി മനുഷ്യ അവകാശങ്ങളെക്കുറിച്ചും പരാമർശമുണ്ട്. എന്നാൽ ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ ഒരു ഭരണഘടനാ സ്ഥാപനമല്ല. നോട്ട് എ കോൺസ്റ്റിറ്റ്യൂഷണൽ ബോഡി. കോൺസ്റ്റിറ്റ്യൂഷണൽ ബോഡി ആകണമെങ്കിൽ അത് രൂപീകരിക്കുവാൻ ഒരു വകുപ്പ് വേണം. ഒരു ആർട്ടിക്കിൾ പ്രകാരം രൂപം കൊള്ളുന്നതിന് എന്തെന്ന് പറയും? കോൺസ്റ്റിറ്റ്യൂഷണൽ ബോഡി. എന്നാൽ ഇത് എന്ത് ബോഡിയാണ്? സ്റ്റാറ്റ്യൂട്ടറി ബോഡി. പ്രത്യേകം ശ്രദ്ധിക്കണം. ഇനി അതിനകത്ത് ഇത്തിരി ഉള്ളിൽ കയറി നമ്മൾ പഠിക്കുകയാണെങ്കിൽ ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ ഒരു സ്റ്റാറ്റ്യൂട്ടറി ബോഡിയാണ്, മൾട്ടിലാറ്ററൽ ഇൻസ്റ്റിറ്റ്യൂഷൻ കൂടിയാണ്. ഓർമ്മിച്ചേക്കണേ, ഞാൻ ഈ പറഞ്ഞ കാര്യം ഓർമ്മിച്ചേക്കണേ. ഇതെന്തു കൂടിയാണ്? ഒരു മൾട്ടിലാറ്ററൽ ഇൻസ്റ്റിറ്റ്യൂഷൻ. എന്തുകൊണ്ട് ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ ഒരു മൾട്ടിലാറ്ററൽ ഇൻസ്റ്റിറ്റ്യൂഷനായി ആകും? എന്തുകൊണ്ടെന്ന് ചോദിച്ചാൽ, ദേശീയ മനുഷ്യാവകാശ കമ്മീഷനിൽ ഒരു ചെയർമാനും 5 അംഗങ്ങളും മെമ്പേഴ്സും 5 അംഗങ്ങളും ചേർന്ന് ചെയർമാൻ ഉൾപ്പെടെ ആകെ എത്ര പേരാണ് പുതിയ നിയമപ്രകാരം? 6 പേർ. ആകെ 6 പേർ. അതിൽ ഒരു ചെയർമാനും 5 മെമ്പേഴ്സും ഉൾപ്പെടുന്നു. 5 മെമ്പേഴ്സും ഒരു ചെയർമാനും ഉൾപ്പെടെ ആകെ എത്ര അംഗങ്ങൾ? 6 പേർ. അതുകൊണ്ട് തന്നെ ഇതിനെ എന്തെന്ന് വിളിക്കുന്നു? മൾട്ടിലാറ്ററൽ ഇൻസ്റ്റിറ്റ്യൂഷൻ. ഓക്കെ, ഇത് പ്രത്യേകം ശ്രദ്ധിക്കണം. കേരള PSC ചോദിച്ച ചോദ്യമല്ല, UPSC പരീക്ഷയിലെ ചോദ്യത്തിൽ നിന്നാണ് ഈ കാര്യം ഞാൻ നിങ്ങളും ഒരു സ്റ്റാറ്റ്യൂട്ടറി ബോഡി എന്ന് മാത്രം പഠിച്ചേക്കരുത്. ഇതെന്തുകൂടിയാണ്? ഒരു മൾട്ടിലാറ്ററൽ ഇൻസ്റ്റിറ്റ്യൂഷൻ. ഓക്കെ, എന്തുകൊണ്ടെന്ന് ചോദിച്ചാൽ അതെന്തുകൊണ്ട് അങ്ങനെ വിളിക്കുന്നു? ഇതിനകത്ത് ഒരു ചെയർമാൻ മാത്രമല്ല, ചെയർമാനോ ചെയർപേഴ്സണോ ഒരാൾ മാത്രമല്ല, കൂടെ എത്ര പേരുണ്ട്? ഇപ്പോൾ 5 പേരെ കൂടെ ഉൾപ്പെടുത്താനാണ് പുതിയ നിയമത്തിൽ. എന്നാൽ നേരത്തെ എത്ര ഉണ്ടായിരുന്നു? ഈ നിയമം വരുന്നതിന് മുൻപ് ആകെ 5 പേരുണ്ട്. ഒരു ചെയർപേഴ്സണും ഒരു ചെയർമാനും 4 മെമ്പേഴ്സും. ഒരു ചെയർമാനും 4 മെമ്പേഴ്സും. ഇനി ശ്രദ്ധിക്കേണ്ട ഒരു പ്രധാന ചോദ്യം ഇതാണ്. ഒരു പ്രധാന ചോദ്യം ശ്രദ്ധിക്കണം. ഇതിലെ സ്ഥിര അംഗങ്ങളാണ് പുതിയ വ്യവസ്ഥ പ്രകാരം 5 പേർ. പഴയ വ്യവസ്ഥ പ്രകാരം അത് 4 പേർ സ്ഥിര അംഗങ്ങൾ. അസ്ഥിര അംഗങ്ങളെ വിളിക്കുന്ന പേര് എക്സ് ഒഫീഷ്യോ മെമ്പേഴ്സ് എന്നാണ്. അസ്ഥിര അംഗങ്ങളെ വിളിക്കുന്ന പേരെന്താണ്? എക്സ് ഒഫീഷ്യോ മെമ്പേഴ്സ് എന്നാണ് അസ്ഥിര അംഗങ്ങളെ വിളിക്കുന്നത്. അപ്പോൾ അസ്ഥിര അംഗങ്ങൾ ഉൾപ്പെടെ ദേശീയ മനുഷ്യാവകാശ കമ്മീഷനിൽ ഇപ്പോൾ എത്ര പേർ? ഇപ്പോൾ 13 പേർ. അസ്ഥിര അംഗങ്ങൾ ഉൾപ്പെടെ ഇപ്പോൾ എത്ര പേരുണ്ട്? 13 പേർ. ശ്രദ്ധിച്ച് പഠിച്ചേക്കണേ, ശ്രദ്ധിക്കണേ. പുതിയ നിയമപ്രകാരം അസ്ഥിര അംഗങ്ങൾ ഉൾപ്പെടെ ആകെ എത്ര പേർ? 13 പേർ. ആ 13 പേർ എങ്ങനെ വരുന്നു? ഒരു ചെയർമാൻ പ്ലസ് 5 സ്ഥിര അംഗങ്ങൾ, 5 മെമ്പേഴ്സ് പ്ലസ് 7 എക്സ് ഒഫീഷ്യോ മെമ്പേഴ്സ്, 7 എക്സ് ഒഫീഷ്യോ മെമ്പേഴ്സ്. ഇവർ ചേർന്ന് എത്ര പേരുണ്ട്? 13 പേരുണ്ട്. എന്നാൽ നേരത്തെ എത്ര പേരുണ്ടായിരുന്നു? നേരത്തെ ആകെ 9 പേർ. നേരത്തെ 2019 മുമ്പ് എന്ന് വെച്ചാൽ
2019 നിയമം വരുന്നതിന് മുൻപ് വ്യവസ്ഥ എത്ര പേരാണ്? എക്സ് ഒഫീഷ്യോ മെമ്പേഴ്സ് ഉൾപ്പെടെ എത്ര പേർ? 9 പേർ. അതിനകത്ത് ഒരു ചെയർമാൻ പ്ലസ് 4 അംഗങ്ങൾ പ്ലസ് 4 എക്സ് ഒഫീഷ്യോ മെമ്പേഴ്സ് ഉൾപ്പെടെ 9 പേരിൽ 4 എക്സ് ഒഫീഷ്യോ മെമ്പേഴ്സ് അവരാരൊക്കെ എന്നതാണ് നമ്മൾ പറയാൻ പോകുന്നത്. ഒന്ന് ദേശീയ പട്ടികജാതി കമ്മീഷൻ. ഇവിടെ പഠിക്കാൻ ഒരു കാര്യമുണ്ട്. ദേശീയ പട്ടികജാതി കമ്മീഷൻ്റെ ഇപ്പോഴത്തെ ചെയർമാൻ ആര്? അദ്ദേഹത്തിൻ്റെ പേരാണ് രാം ശങ്കർ കത്തേരിയ. ദേശീയ പട്ടികജാതി കമ്മീഷൻ്റെ ഇപ്പോഴത്തെ അധ്യക്ഷൻ ആരെന്ന് ചോദിച്ചാൽ അത് രാം ശങ്കർ കത്തേരിയ. ഇത് ഒരാൾ. അടുത്ത രണ്ടാമത്തെ ദേശീയ പട്ടികവർഗ കമ്മീഷൻ്റെ ചെയർമാൻ. അപ്പോൾ അതിൻ്റെ അധ്യക്ഷൻ ഇതിൽ ഒരു എക്സ് ഒഫീഷ്യോ ചെയർമാനാണ് അതിൻ്റെ അധ്യക്ഷൻ. അപ്പോൾ ദേശീയ പട്ടികവർഗ കമ്മീഷൻ്റെ ഇപ്പോഴത്തെ അധ്യക്ഷനാണ് നന്ദകുമാർ സായി. പേരെന്താണ്? നന്ദകുമാർ സായി. ദേശീയ പട്ടികവർഗ കമ്മീഷൻ്റെ ഇപ്പോഴത്തെ അധ്യക്ഷൻ ആരാണ്? നന്ദകുമാർ സായി. ഇനി അടുത്ത് മൂന്നാമതായി വരുന്നത് ദേശീയ ന്യൂനപക്ഷ കമ്മീഷൻ. ദേശീയ ന്യൂനപക്ഷ കമ്മീഷൻ്റെ ഇപ്പോഴത്തെ അധ്യക്ഷനാണ് സയ്യിദ് ഗൈറുൽ ഹസൻ റിസ്വി. ദേശീയ ന്യൂനപക്ഷ കമ്മീഷൻ്റെ ഇപ്പോഴത്തെ അധ്യക്ഷനാണ് സയ്യിദ് ഗൈറുൽ ഹസൻ റിസ്വി. ഇനി ഇതിൽപ്പെടുന്ന നാലാമത്തെ ആളെന്ന് പറയുന്നത് ദേശീയ വനിതാ കമ്മീഷൻ്റെ ചെയർപേഴ്സൺ. ദേശീയ വനിതാ കമ്മീഷൻ ഇപ്പോഴത്തെ ആൾ ആരാണെന്ന് എല്ലാവർക്കും അറിയാം. പേരെന്താണ്? രേഖാ ശർമ്മ. പ്രത്യേകം ശ്രദ്ധിക്കണേ. ആദ്യം 9 പേരുണ്ടായിരുന്നു. എക്സ് ഒഫീഷ്യോ മെമ്പേഴ്സ് ഉൾപ്പെടെ 9 പേർ, അല്ലാതെ ചെയർമാൻ ഉൾപ്പെടെ അതിലെ അംഗങ്ങൾ 5 പേരായിരുന്നു 2019 മുൻപ്. എന്നാൽ ഇപ്പോൾ ചെയർമാൻ ഉൾപ്പെടെ 6 പേരുണ്ട്. എക്സ് ഒഫീഷ്യോ മെമ്പേഴ്സ് ഉൾപ്പെടെ ആകെ എത്ര പേരുണ്ട്? 13 പേരുണ്ട്. എക്സ് ഒഫീഷ്യോ മെമ്പേഴ്സ് ഉൾപ്പെടെ എത്ര പേരുണ്ട്? 13 പേരുണ്ട്. അപ്പോൾ എക്സ് ഒഫീഷ്യോ മെമ്പേഴ്സ് ആദ്യം 4 പേർ ആയിരുന്നു. ആരൊക്കെയാണ്? ദേശീയ പട്ടികജാതി കമ്മീഷൻ, ദേശീയ പട്ടികവർഗ കമ്മീഷൻ, ദേശീയ ന്യൂനപക്ഷ കമ്മീഷൻ, ദേശീയ വനിതാ കമ്മീഷൻ. ഇതിൻ്റെ ഒക്കെയും ചെയർമാനോ ചെയർപേഴ്സണോ ആണ് ഇതിൻ്റെ എക്സ് ഒഫീഷ്യോ മെമ്പേഴ്സ്. 2019 അമെൻമെൻറ്റ് പ്രകാരം 3 പേർ അഡീഷണൽ വന്നു. 3 വിഭാഗം ആൾക്കാർ അഡീഷണൽ ആയിട്ട് വന്നു. ഒന്ന് ദേശീയ പിന്നാക്ക കമ്മീഷൻ. ദേശീയ പിന്നാക്ക കമ്മീഷൻ അതിൻ്റെ ഇപ്പോഴത്തെ അധ്യക്ഷൻ എന്ന് പറയുന്നത് ഡോക്ടർ ഭഗവാൻ ലാൽ സാഹിനി. ദേശീയ പിന്നാക്ക കമ്മീഷൻ്റെ ഇപ്പോഴത്തെ അധ്യക്ഷൻ ആരെന്ന് ചോദിച്ചാൽ അത് ഇപ്പോഴത്തെ നിലവിൽ നിൽക്കുന്നയാൾ ഡോക്ടർ ഭഗവാൻ ലാൽ സാഹിനി. ദേശീയ പിന്നാക്ക കമ്മീഷൻ കഴിഞ്ഞാൽ ആറാമത്തെ ഒന്ന് ദേശീയ ബാലാവകാശ കമ്മീഷൻ. ദേശീയ ബാലാവകാശ കമ്മീഷൻ്റെ ഇപ്പോഴത്തെ അധ്യക്ഷൻ ആരെന്ന് ചോദിച്ചാൽ സ്തുതി നാരായൺ കാക്കർ. പേരെന്താണ്? സ്തുതി നാരായൺ കാക്കർ. ദേശീയ ബാലാവകാശ കമ്മീഷൻ. അപ്പോൾ ഏഴാമതായി ഒന്ന് ദേശീയ ഭിന്നശേഷി വികസന വകുപ്പ്. ദേശീയ ഭിന്നശേഷി വികസന വകുപ്പ്. ദേശീയ ഭിന്നശേഷി വികസന വകുപ്പ്. ഇതിൻ്റെ അധ്യക്ഷൻ എന്ന് പറയുന്നത് ചീഫ് കമ്മീഷണർ എന്നാണ് വിളിക്കുന്നത്. ഇതിൻ്റെ അധ്യക്ഷൻ ചീഫ് കമ്മീഷണർ. ദേശീയ ഭിന്നശേഷി വികസന വകുപ്പ് അത് കമലേഷ് കുമാർ പാണ്ഡെ. അതിൻ്റെ അധ്യക്ഷൻ എന്ന് പറയുന്നത് അയാളുടെ പേര് കമലേഷ് കുമാർ പാണ്ഡെ. അപ്പോൾ ഇത്രയും പേരെ പഠിച്ചിരുന്നാൽ നമുക്കത് പ്രയോജനമാണ്. കറണ്ട് അവേഴ്സ് ആയതുകൊണ്ടും ഇത് 1 മാർക്ക് സാധാരണ ഇതിൽ നിന്നൊരു ചോദ്യം സാധാരണ വരുന്നതാണ്. ഇതും പഠിക്കേണ്ടത് അത്യാവശ്യമാണ്.
ഓക്കെ. അപ്പോൾ ദേശീയ പട്ടികജാതി കമ്മീഷൻ്റെ അധ്യക്ഷനാണ് രാംശങ്കർ കത്തേരിയ. ദേശീയ പട്ടിക വർഗ കമ്മീഷൻ്റെ അധ്യക്ഷനാണ് നന്ദകുമാർ സായ്. ദേശീയ ന്യൂനപക്ഷ കമ്മീഷൻ്റെ അധ്യക്ഷനാണ് സയ്യിദ് ഗായറുൽ ഹസൻ റിസ്വി. ദേശീയ വനിതാ കമ്മീഷൻ്റെ അധ്യക്ഷയാണ് രേഖ ശർമ്മ. ദേശീയ പിന്നാക്ക കമ്മീഷൻ്റെ അധ്യക്ഷനാണ് ഡോക്ടർ ഭഗവാൻ ലാൽ സാഹിനി. ദേശീയ ബാലാവകാശ കമ്മീഷൻ്റെ അധ്യക്ഷയാണ് സ്തുതി നാരായൺ കാക്കർ. ദേശീയ ഭിന്നശേഷി വികസന വകുപ്പിൻ്റെ അധ്യക്ഷനാണ് കമലേഷ്. ദേശീയ മനുഷ്യാവകാശ കമ്മീഷനെ നിയമിക്കുന്നത് രാഷ്ട്രപതി. നിയമിക്കുന്നത് ആരാണ്? നിയമിക്കുന്നത് രാഷ്ട്രപതി. ദേശീയ മനുഷ്യാവകാശ കമ്മീഷനെ നിയമിക്കുന്നത് രാഷ്ട്രപതി. നീക്കം ചെയ്യുന്നത് രാഷ്ട്രപതി. രാജി സമർപ്പിക്കേണ്ടത് രാഷ്ട്രപതിക്ക്. പ്രത്യേകം ശ്രദ്ധിക്കണം. ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ അംഗങ്ങളെ നിയമിക്കുന്നത് രാഷ്ട്രപതി, നീക്കം ചെയ്യുന്നത് രാഷ്ട്രപതി. ഇവർ രാജി സമർപ്പിക്കേണ്ടത് ആർക്ക്? രാഷ്ട്രപതിക്ക്. അപ്പോൾ അംഗങ്ങളെ നിയമിക്കാൻ, ചെയർമാനെ നിയമിക്കാൻ അധികാരം രാഷ്ട്രപതിക്ക്. പക്ഷേ ചെയർമാനെ തിരഞ്ഞെടുക്കുന്ന ഒരു 6 അംഗ സഭയുണ്ട്, സമിതിയുണ്ട്. 6 അംഗ സമിതി. അതിൻ്റെ അധ്യക്ഷനെന്ന് പറയുന്നത് പ്രധാനമന്ത്രി. അപ്പോൾ ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ അതിൻ്റെ ചെയർമാനെ ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ്റെ അധ്യക്ഷനെ തിരഞ്ഞെടുക്കുന്ന സമിതി എത്ര പേർ? 6 പേർ. ആ സമിതിയുടെ അധ്യക്ഷൻ ആര്? പ്രധാനമന്ത്രി. ആ 6 പേർ ആരൊക്കെയെന്ന് പറയാം. 1 പ്രധാനമന്ത്രി, ഒന്നാമത്തെ ആള് പ്രധാനമന്ത്രി. 2 ആഭ്യന്തരമന്ത്രി. ആരാണ്? ആഭ്യന്തരമന്ത്രി. 2 ആഭ്യന്തരമന്ത്രി. ഒന്നാമത്തെ ആള് പ്രധാനമന്ത്രി, അദ്ദേഹം തന്നെയായിരിക്കും അതിൻ്റെ അധ്യക്ഷൻ. അടുത്തൊരാൾ ആഭ്യന്തരമന്ത്രി. പിന്നെ ഉള്ളത് 3, 4 ലോക്സഭ, രാജ്യസഭ, പ്രതിപക്ഷ നേതാക്കൾ, ലോക്സഭയിലെയും രാജ്യസഭയിലെയും പ്രതിപക്ഷ നേതാക്കൾ. അടുത്തത് 5, 6 ലോക്സഭയുടെ സ്പീക്കർ, ലോക്സഭയുടെ അധ്യക്ഷനായ ലോക്സഭ സ്പീക്കർ. മറ്റൊന്ന് രാജ്യസഭയുടെ ഡെപ്യൂട്ടി സ്പീക്കർ, രാജ്യസഭയുടെ ഉപാധ്യക്ഷൻ. ഇത്രയും പേർ അടങ്ങുന്ന സമിതിയാണ് ആരെ തിരഞ്ഞെടുക്കുന്നത്? ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ ചെയർമാനെ തിരഞ്ഞെടുക്കുന്ന സമിതി ഇത്രയും പേർ അടങ്ങിയതാണ്. ഇവർ തിരഞ്ഞെടുക്കുന്നു, എന്നാൽ അപ്പോയിന്റ് ചെയ്യുന്നത്, നിയമിക്കുന്നത് ആരാണ്? മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാൻ്റെയും അംഗങ്ങളുടെയും കാലാവധി, നേരത്തെ കാലാവധി 5 വർഷമോ 70 വയസ്സോ ഏതാണോ ആദ്യം എന്നായിരുന്നു. എന്നാൽ ഇപ്പോൾ 3 വർഷമോ 70 വയസ്സോ ഏതാണോ ആദ്യം. 3 വർഷമോ 70 വയസ്സോ. എന്നാൽ നിങ്ങൾ ശ്രദ്ധിക്കണേ, പുതിയൊരു മാറ്റം ശ്രദ്ധിക്കണം. വീണ്ടും 3 കൊല്ലം കഴിഞ്ഞു, പുള്ളിക്ക് 70 തികഞ്ഞിട്ടില്ല എങ്കിൽ വീണ്ടും എലക്ട് ചെയ്യാം. ഓക്കെ, വീണ്ടും എലക്ട് ചെയ്യാം. 70 തികഞ്ഞു, റിട്ടയറായി, കഴിഞ്ഞു, 70 കഴിഞ്ഞു, കാലാവധി പുള്ളിയുടേത് കഴിഞ്ഞു എങ്കിൽ പ്രത്യേകം ശ്രദ്ധിക്കണേ, ഇങ്ങനെ ഒരു വ്യക്തിക്ക് കേന്ദ്രത്തിലോ സംസ്ഥാനത്തിലോ ഉള്ള ഏതെങ്കിലും പദവികൾ, കേന്ദ്ര സർക്കാരിൻ്റെയോ സംസ്ഥാന സർക്കാരിൻ്റെയോ ഏതെങ്കിലും ആനുകൂല്യം പറ്റുന്ന പദവികൾ വഹിക്കുവാൻ യോഗ്യനല്ല. എന്നാൽ പ്രധാനമന്ത്രിയായിട്ടോ രാഷ്ട്രപതിയായിട്ടോ സേവനം ചെയ്യുന്നത് വിഷയമല്ല. ഓക്കെ. എന്നാൽ കേന്ദ്ര സർക്കാരിൻ്റെയോ സംസ്ഥാന സർക്കാരിൻ്റെയോ ശമ്പളം പറ്റിക്കൊണ്ടുള്ള യാതൊരു ജോലിയും ഇവർക്ക് പാടില്ല. ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാന് പാടില്ല വിരമിച്ചതിന് ശേഷം. ഓക്കെ. അപ്പോൾ കാലാവധി ഇപ്പോൾ പുതിയ ഇതാണ്. 3 വർഷമോ 70 വയസ്സോ വീണ്ടും എന്ത് ചെയ്യാം. ഇനി നമ്മുടെ മനുഷ്യാവകാശ കമ്മീഷൻ്റെ അധ്യക്ഷൻ ആകാനുള്ള യോഗ്യത എന്താണ്? അധ്യക്ഷനുള്ള യോഗ്യത സ്ഥിരം PSCക്ക് വരുന്നൊരു ചോദ്യമാണ്. എന്താണ്? റിട്ടയർഡ് സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ്. റിട്ടയർഡ് ചീഫ് ജസ്റ്റിസ് സുപ്രീം കോടതി. എന്നാൽ അതിൽ ചെറിയൊരു മാറ്റം, ഈ 2019 ഭേദഗതി പ്രകാരം ചെറിയൊരു മാറ്റം വന്നു. അത് ഒന്നുകിൽ റിട്ടയർഡ് സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് അല്ലെങ്കിൽ റിട്ടയർഡ് സുപ്രീം കോടതി ജഡ്ജ് ആയാലും മതി, ഒരു ജഡ്ജി ആയാലും മതി. ഓക്കെ. അപ്പോൾ
ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ്റെ അധ്യക്ഷൻ്റെ പുതിയ യോഗ്യത, ഇപ്പോഴത്തെ യോഗ്യത എന്താണ്? റിട്ടയർഡ് സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ഓർ ജഡ്ജ്. ഓക്കെ, അപ്പോൾ നമ്മൾ ഇനി പഠിക്കാൻ പോകുന്നത് വളരെ പ്രധാനപ്പെട്ടതാണ്. ആരാണ് ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ്റെ ആദ്യത്തെ അധ്യക്ഷൻ, ആദ്യത്തെ ചെയർമാൻ? ആരായിരുന്നു ആദ്യത്തെ ചെയർമാൻ? ആദ്യത്തെ ചെയർമാനാണ് ജസ്റ്റിസ് രംഗനാഥ മിശ്ര. ജസ്റ്റിസ് രംഗനാഥ മിശ്ര, ജസ്റ്റിസ് രംഗനാഥ മിശ്ര. ഒന്നാമത്തെ അധ്യക്ഷൻ്റെ പേര് ജസ്റ്റിസ് രംഗനാഥ മിശ്ര. രണ്ടാമത്തെ ആള് ജസ്റ്റിസ് എം.എൻ. വെങ്കിടാചലയ്യ. രണ്ടാമത്തെ ആള് ജസ്റ്റിസ് എം.എൻ. വെങ്കിടാചലയ്യ. മൂന്നാമത്തെ ആള് ജസ്റ്റിസ് ജെ.എസ്. വർമ്മ. ജസ്റ്റിസ് ജെ.എസ്. വർമ്മ, വളരെ പ്രധാനം. നാലാമത്തെ ആള് ജസ്റ്റിസ് എ.എസ്. ആനന്ദ്. ജസ്റ്റിസ് എ.എസ്. ആനന്ദ്. നാലാമത്തെ ആൾ ജസ്റ്റിസ് എ.എസ്. ആനന്ദ്. അഞ്ചാമത്തെ ആൾ ജസ്റ്റിസ് രാജേന്ദ്ര ബാബു. ജസ്റ്റിസ് രാജേന്ദ്ര ബാബു, വളരെ പ്രധാനം. ആറാമത്തെ ആൾ വേറെ ആരുമല്ല. ആറാമത്തെ ആൾ കെ.ജി. ബാലകൃഷ്ണൻ. സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ആയിട്ടുള്ള മലയാളി കൂടിയാണ് കെ.ജി. ബാലകൃഷ്ണൻ. ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ്റെ അധ്യക്ഷതയിലെത്തുന്ന ഏക മലയാളി കൂടിയാണ് കെ.ജി. ബാലകൃഷ്ണൻ. അദ്ദേഹത്തിൻ്റെ ജന്മസ്ഥലം കോട്ടയം ജില്ലയിലെ തലയോലപ്പറമ്പ്. ഏഴാണ് ഇപ്പോഴത്തെ ആൾ എച്ച്.എൽ. ദത്തു. ഇപ്പോഴത്തെ ആൾ എത്രാമത്തെ ആളാണ്? ഏഴാമത്തെ ആളാണ്. അപ്പോൾ ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ്റെ ഇപ്പോഴത്തെ അധ്യക്ഷൻ എത്രാമത്തെ ആളാണ്? ഏഴാമത്തെ ആളാണ്. പേര് എച്ച്.എൽ. ദത്തു. ഇനി ശ്രദ്ധിക്കേണ്ട ഒരു പ്രധാന ചോദ്യം, ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ്റെ ആദ്യത്തെ ആക്ടിംഗ് ചെയർമാൻ ആര്? ആക്ടിംഗ് ചെയർമാൻ അത് ജസ്റ്റിസ് ശിവരാജ് പാട്ടീൽ. പേരെന്താണ്? ജസ്റ്റിസ് ശിവരാജ് പാട്ടീൽ. ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ്റെ ആദ്യത്തെ ആക്ടിംഗ് ചെയർമാൻ ആരെന്ന് ചോദിച്ചാൽ ആരാണ്? ജസ്റ്റിസ് ശിവരാജ് പാട്ടീൽ. ഓക്കെ, ഇനി ഇതിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഏക മലയാളിയാണ് ആര്? ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ്റെ അധ്യക്ഷനാകുന്ന ഒരേ ഒരു മലയാളിയാണ് കെ.ജി. ഏറ്റവും കൂടുതൽ കാലം ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ അധ്യക്ഷനായിരുന്ന വ്യക്തിയും ആര് തന്നെയാണ്? കെ.ജി. ബാലകൃഷ്ണൻ. 2010 മുതൽ 15 വരെ ഇരുന്നിട്ടുണ്ട്. 2010 മുതൽ 15 വരെ 5 വർഷം ഭരിച്ചിട്ടുണ്ട്. പൂർത്തിയായി ഭരിച്ചിട്ടുണ്ട് ആര്? കെ.ജി. മനുഷ്യാവകാശങ്ങളുടെ അന്താരാഷ്ട്ര സമിതിയിൽ ഇന്ത്യയെ പ്രതിനിധീകരിക്കുന്നത് ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ, NHRC. മനുഷ്യാവകാശ സംഘടനയുടെ അന്താരാഷ്ട്ര സമിതിയിൽ ഇന്ത്യയെ പ്രതിനിധാനം ചെയ്യുന്നത് ദേശീയ അവകാശങ്ങളെക്കുറിച്ച് പഠന ഗവേഷണം നടത്തുന്ന ആഗോള സംഘടനയാണ് ഹ്യൂമൻ റൈറ്റ്സ് വാച്ച്. അവകാശങ്ങളെക്കുറിച്ച് പഠന ഗവേഷണം നടത്തുന്ന അന്താരാഷ്ട്ര സംഘടന ഏത്? ഹ്യൂമൻ റൈറ്റ്സ് വാച്ച്. സ്ഥാപിതമായത് ന്യൂയോർക്ക് ആസ്ഥാനമായി 1978. ന്യൂയോർക്ക് ആസ്ഥാനമായി 1978. ചോദ്യം എന്നാൽ PSC വളരെ പ്രധാന ചോദ്യം, ലോക മനുഷ്യാവകാശ സംഘടന എന്നറിയപ്പെടുന്നത് ഏത്? എന്താണ് ചോദ്യം? എന്താണ്? ലോക മനുഷ്യാവകാശ സംഘടന എന്നറിയപ്പെടുന്നത് ഏത്? അതിൻ്റെ പേര് ആംനസ്റ്റി ഇന്റർനാഷണൽ. എന്താണ് പേരെന്താണ്? ആംനസ്റ്റി ഇന്റർനാഷണൽ. ലോക മനുഷ്യാവകാശ സംഘടന എന്നറിയപ്പെടുന്നത് ഏതാണ്? ആംനസ്റ്റി ഇന്റർനാഷണൽ. ഇതിൻ്റെ ആസ്ഥാനം ലണ്ടൻ. ആംനസ്റ്റി ഇന്റർനാഷണലിൻ്റെ ആസ്ഥാനം എവിടെയാണ്? ലണ്ടൻ. രൂപം കൊണ്ടത് 1961 സ്ഥാപിച്ച വ്യക്തി ആര്? പീറ്റർ ബെനൻസൺ. പേരെന്താണ്? പീറ്റർ ബെനൻസൺ. അപ്പോൾ ലോക മനുഷ്യാവകാശ സംഘടന ഏത്?
ആംനസ്റ്റി ഇൻ്റർനാഷണൽ സ്ഥാപിച്ചത് 1961. ഇതിൻ്റെ ആസ്ഥാനം ലണ്ടനാണ്. സ്ഥാപകനാര്? പീറ്റർ ബെനൻസൺ. 2017 LDC പ്രീവിയസ് ആണ്. 2017 വന്ന ചോദ്യം ഇതാണ്: സമാധാനത്തിനുള്ള നോബൽ സമ്മാനവും മനുഷ്യ അവകാശ പ്രവർത്തനത്തിന് 1978 UN ബഹുമതിയും നേടിയ അന്താരാഷ്ട്ര സംഘടന ഏത്? ആംനസ്റ്റി ഇൻ്റർനാഷണൽ. 2017 LDC പ്രീവിയസ് നോക്കിയ നീക്ക് മനസ്സിലാവും. സമാധാനത്തിനുള്ള നോബൽ സമ്മാനവും മനുഷ്യാവകാശ പ്രവർത്തനത്തിന് 1978 UN ബഹുമതിയും നേടിയ അന്താരാഷ്ട്ര സംഘടന ഏത്? അത് ആംനസ്റ്റി ഇൻ്റർനാഷണൽ. എങ്കിൽ എന്നാണ് ആംനസ്റ്റി ഇൻ്റർനാഷണൽ സമാധാനത്തിനുള്ള നോബൽ സമ്മാനം ലഭിച്ചത്? 1977 സമാധാനത്തിനുള്ള നോബൽ സമ്മാനം ലഭിച്ചു. 1978 മനുഷ്യാവകാശ പ്രവർത്തനങ്ങൾക്ക് UN ബഹുമതിയും നേടി ഏത് സംഘടന? ആംനസ്റ്റി ഇൻ്റർനാഷണൽ. ഓക്കെ, സ്ഥാപകനാരാണ്? പീറ്റർ ബെനൻസൺ. Better to light a candle than to curse the darkness. It is better to light a candle than to curse the darkness. ഇരുട്ടിനെ ശപിക്കുന്നതിനേക്കാൾ നല്ലത്. ആവർത്തന PSC ചോദ്യമാണ്. എന്താണ്? ഇരുട്ടിനെ ശപിക്കുന്നതിനേക്കാൾ നല്ലത് ഒരു മെഴുകുതിരി എങ്കിലും കൊളുത്തി വയ്ക്കുന്നതാണ്. ഇത് ഏതിൻ്റെ മോട്ടോ എന്നതാണ് ചോദ്യം. ഏതിൻ്റെ ആപ്തവാക്യം? ഇത് ആംനസ്റ്റി ഇൻ്റർനാഷണലിൻ്റെ ആപ്തവാക്യമാണ്. ആംനസ്റ്റി ഇൻ്റർനാഷണലിൻ്റെ ആപ്തവാക്യം: ഇറ്റ് ഈസ് ബെറ്റർ ടു ലൈറ്റ് എ കാൻഡിൽ ദാൻ ടു കേഴ്സ് ദ ഡാർക്ക്നെസ്. ഇരുട്ടിനെ ശപിക്കുന്നതിനേക്കാളും നല്ലത് ഒരു മെഴുകുതിരിയെങ്കിലും കൊളുത്തി വയ്ക്കുന്നതാണ്. ഏതിൻ്റെ മോട്ടോയാണ്? ആംനസ്റ്റി ഇൻ്റർനാഷണൽ. UNO സാർവത്രിക മനുഷ്യാവകാശ പ്രഖ്യാപനം നടത്തിയത്? UNO സാർവത്രിക മനുഷ്യാവകാശ പ്രഖ്യാപനം നടത്തിയത് 1948 ഡിസംബർ മാസം 10-ാം തീയതി UNO സാർവത്രിക മനുഷ്യാവകാശ പ്രഖ്യാപനം നടത്തിയത് എവിടെ വെച്ച്? പാരീസിൽ വെച്ച്. എവിടെ വെച്ചാണ്? പാരീസിൽ വെച്ച് മനുഷ്യാവകാശ പ്രഖ്യാപനം നടത്തി. ആരാണ് ഈ മനുഷ്യാവകാശ പ്രഖ്യാപനം തയ്യാറാക്കിയ വ്യക്തി? ഇത് തയ്യാറാക്കിയത് എലീനാർ റൂസ്വെൽറ്റ്. പേരെന്താണ്? എലീനാർ റൂസ്വെൽറ്റ്. FD റൂസ്വെൽറ്റ്, ഫ്രാങ്ക്ലിൻ ഡി റൂസ്വെൽറ്റിൻ്റെ ഭാര്യയായ സാർവത്രിക മനുഷ്യാവകാശത്തിൻ്റെ കരട് തയ്യാറാക്കാൻ സഹായിച്ച കനേഡിയൻ നിയമജ്ഞൻ ജോൺ പീറ്റേഴ്സ് ഹംഫ്രി. ജോൺ പീറ്റേഴ്സ് ഹംഫ്രി. എന്ന് മുതലാണ് മനുഷ്യാവകാശ ദിനം? എന്നാണ് മനുഷ്യാവകാശ ദിനം? ഡിസംബർ 10 ലോക മനുഷ്യാവകാശ ദിനം. എന്ന് മുതൽ 1950 മുതൽ ഡിസംബർ 10 എന്തായിട്ട് ആചരിക്കുന്നു? മനുഷ്യാവകാശ ദിനമായി ആചരിക്കുന്നു. എന്ന് മുതലാണ് 1900. മനുഷ്യാവകാശങ്ങളുടെ മുൻഗാമി എന്നറിയപ്പെടുന്നത് മാഗ്ന കാർട്ട. എന്താണ്? മനുഷ്യ അവകാശങ്ങളുടെ മുൻഗാമി എന്നറിയപ്പെടുന്നത് മാഗ്ന കാർട്ട. ഇത് ഒപ്പുവെച്ചത് 1215 ജൂൺ മാസം 15-ാം തീയതി റണ്ണിമീഡിൽ വെച്ച് ഒപ്പുവെച്ചത് ജോൺ രാജാവ്. ആരാണ്? ജോൺ രാജാവ് ഒപ്പുവെച്ചു മാഗ്ന കാർട്ട 1215. ഇതിനെ മനുഷ്യാവകാശങ്ങളുടെ മുൻഗാമി എന്നറിയപ്പെടുന്നു മാഗ്ന കാർട്ട. ദ ഗ്രേറ്റ് ചാർട്ടർ എന്നറിയപ്പെടുന്നത് മനുഷ്യാവകാശ സംരക്ഷണങ്ങൾക്കായി ദേശീയ തലത്തിൽ പ്രവർത്തിക്കുന്ന സംഘടന ഏതാണ്? ചോദ്യം ഒരിക്കൽ കൂടി. മനുഷ്യ അവകാശ പ്രവർത്തനങ്ങൾക്കായി
ദേശീയ തലത്തിൽ പ്രവർത്തിക്കുന്ന സംഘടന ഏതാണ്? അത് സിറ്റിസൺ ഫോർ ഡെമോക്രസി. സിറ്റിസൺ ഫോർ ഡെമോക്രസി. ആരാണ് സിറ്റിസൺ ഫോർ ഡെമോക്രസി എന്ന സംഘടന സ്ഥാപിച്ചത്? ജയപ്രകാശ് നാരായൺ. ജയപ്രകാശ് നാരായൺ. അപ്പോൾ മനുഷ്യ അവകാശ സംരക്ഷണങ്ങൾക്കായി ദേശീയ തലത്തിൽ പ്രവർത്തിക്കുന്ന സംഘടനയാണ് ഏത്? സിറ്റിസൺ ഫോർ ഡെമോക്രസി. ഇതിൻ്റെ സ്ഥാപകനാര്? ജയപ്രകാശ് നാരായൺ. എങ്ങനെയാണ് തന്നിരിക്കുന്നതിൽ ദേശീയ തലത്തിൽ പ്രവർത്തിക്കുന്ന മനുഷ്യ അവകാശ സംഘടന ഏത്? അതിൻ്റെ ആൻസർ PUCL, പീപ്പിൾസ് യൂണിയൻ ഫോർ സിവിൽ ലിബർട്ടീസ്. പേരെന്താണ്? പീപ്പിൾസ് യൂണിയൻ ഫോർ സിവിൽ ലിബർട്ടീസ്. ഇത് സ്ഥാപിച്ചത് 1978 ജയപ്രകാശ് നാരായണും ജി കുമാരപിള്ള. ജയപ്രകാശ് നാരായണും ജി കുമാരപിള്ളയും ചേർന്ന് എന്ത് രൂപീകരിച്ചു? PUCL, പീപ്പിൾസ് യൂണിയൻ ഫോർ സിവിൽ ലിബർട്ടീസ്. അപ്പോൾ PSCയുടെ ചോദ്യം ഇതാണ്: തന്നിരിക്കുന്നതിൽ ദേശീയ തലത്തിൽ പ്രവർത്തിക്കുന്ന മനുഷ്യാവകാശ സംഘടന. അതേതാണ്? PUCL, പീപ്പിൾസ് യൂണിയൻ ഫോർ സിവിൽ ലിബർട്ടീസ്. ഇത് സ്ഥാപിച്ചത് 1978 ആളാര്? ജയപ്രകാശ് നാരായൺ. മറ്റൊരാൾ ജി കുമാരപിള്ള. ആരായിരുന്നു PUCLന്റെ ആദ്യത്തെ പ്രസിഡന്റ്? VM താർഗുണ്ടെ. PUCLന്റെ ആദ്യത്തെ പ്രസിഡന്റ് ആര്? VM താർഗുണ്ടെ. ആദ്യത്തെ സെക്രട്ടറി ആര്? കൃഷ്ണകാന്ത്. പേരെന്താണ്? കൃഷ്ണകാന്ത്. ആദ്യത്തെ സെക്രട്ടറി ആരെന്ന് ചോദിച്ചാൽ ആരാണ്? ആദ്യമായി ദേശീയ അടിയന്തരാവസ്ഥ 1977 ദേശീയ ആഭ്യന്തര അടിയന്തരാവസ്ഥ ഏർപ്പെടുത്തുവാൻ ഇടയാക്കിയ സംഘടന, ഏർപ്പെടുത്തുവാൻ കാരണമായ സംഘടന ഏതെന്ന് ചോദിച്ചാൽ അത് PUCL, ആഭ്യന്തര അടിയന്തരാവസ്ഥ. ഇന്ത്യൻ ചരിത്രത്തിൽ ഒറ്റത്തവണയെ വന്നിട്ടുള്ളൂ. അത് 1977. അതിന് കാരണമായ സംഘടന ഏതെന്ന് ചോദിച്ചാൽ PUCL. ഇതിൻ്റെ സ്ഥാപകനാര്? പ്രസിഡന്റ് ജയപ്രകാശ് നാരായൺ. സമ്പൂർണ്ണ വിപ്ലവം എന്ന ആശയത്തിൻ്റെ ഉപജ്ഞേതാവാണ് ആര്? ടോട്ടൽ റവല്യൂഷൻ. ജയപ്രകാശ്. അവകാശ കമ്മീഷനെ കുറിച്ചുള്ള ഈ ക്ലാസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. നിങ്ങൾക്കിത് ഇഷ്ടപ്പെട്ടുവെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക. മറ്റുള്ളവർക്ക് പ്രയോജനമാകാൻ വേണ്ടി ഇതൊന്ന് ഷെയർ ചെയ്യുക. ഈ കാണുന്നവർ ഇനിയും സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. അതിൻ്റെ ബെൽ ബട്ടൺ ഓൾ എന്നത് എനേബിൾ ചെയ്യുക. ഞങ്ങളിടുന്ന വീഡിയോ മുഴുവനും അപ്പം തന്നെ നിങ്ങൾക്ക് ലഭിക്കുന്നതായി.